നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 38:15. കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഗിയർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവക വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 38-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വചനം ഇതാണ്: കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി തരുന്നത് ദൈവമാണെന്നൊരു ചിന്ത മനസ്സിൽ വേണം. എൻ്റെ പല കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ല എന്ന് വിഷാദിച്ചിരിക്കരുത്. കാരണം കാത്തിരിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയാണ്. മറുപടി തരേണ്ടതും അതേ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയത്ത് എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ദൈവം ആരിലൂടെയെങ്കിലും നമ്മിലേക്ക് എത്തിച്ചു തരും. അത് വ്യക്തമാക്കുന്ന ഒരു സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാനായിട്ട് ഇടവന്നു. ഒരു ചേച്ചി, ആ ചേച്ചിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ ചേച്ചി വിടാതെ പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയത്ത് ദൈവം ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ട് ഇടപെട്ട്. ആ സാക്ഷ്യം നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. പേര് മേഴ്സി ജോർജ്, വീട്ടുപേര് കാവാലത്ത്, കല്ലടിക്കോടെന്ന് വരുന്നു. എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് തണുപ്പ് കാലം വന്നപ്പോൾ തലവേദനയായിരുന്നു, സഹിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു. തണുപ്പ് തുടങ്ങിയ പിന്നെ പോയി അതുപോലെ തലവേദന. ഇന്നലെ സിസ്റ്റർ കൗൺസിലിങ്ങിൻ്റെ സമയത്ത്, ഇന്നലെ എല്ലാം മിനിഞ്ഞാന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതിഭയങ്കരമായ തലവേദനയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തലവേദന കൂടുതലായിരുന്നു. അപ്പോൾ സിസ്റ്ററോട് കൈ എടുക്കാൻ പറയട്ടെ എന്ന് വരെ ഞാൻ വിചാരിച്ചു. അതുപോലെ തലവേദന അങ്ങോട്ട് വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കടാൻ പോകുന്ന വേള കാളി കത്താന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ്. ചില രോഗമുണ്ടല്ലോ, അതങ്ങ് വിട്ടുമാറുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ടൊരു ഒരവസ്ഥ ചിലപ്പോൾ വരാം. അങ്ങനെയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എൻ്റെ തലവേദന പോയെന്ന് പോലും എനിക്കറിയില്ല. അന്ന് മുതൽ ഇന്ന് വരെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. തണുപ്പകാലം തന്നെ കഠിനമായ തലവേദന, പ്രാർത്ഥനയാണ് തലവേദന അങ്ങോട്ട് പെരുകി. ആ പ്രാർത്ഥന ഇടയ്ക്ക് തലവേദന അങ്ങ് മാറി. പിന്നെ തണുത്ത വെള്ളത്തിൽ കുടിച്ചാലും ശരി, വെറുതെ ഇരുന്നാലും ശരി, പിന്നെ തലവേദന ഇല്ല. പിന്നെ അതുപോലെ കുറേ വർഷങ്ങളായിട്ട് ഇറച്ചി കൂട്ടിയാൽ എനിക്ക് അലർജി, ചൊറിച്ചില്, തലയിൽ താരൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇറച്ചി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ജീവിതം പോയി എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ഒരു പ്രത്യേക പരിവായിരുന്നു. എന്നിട്ട് എന്നാലും ഞാൻ ആഗ്രഹത്തിനൊക്കെ 2 കഷ്ണമൊക്കെ കൂട്ടാറുണ്ടായിരുന്നു. ഇവിടെ കൊതി നിർത്താൻ പറ്റുന്നു. ഇവിടെ വന്നപ്പോൾ തുടങ്ങി എല്ലാ ദിവസവും ഇറച്ചിക്കറി. അപ്പം ഞാൻ വിചാരിച്ചു ചൊറിയാനാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അന്ന് തുടങ്ങി ഇന്നലെ വരെ ഞാൻ കഴിച്ചു. എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അടുക്കളയെ കർത്താവ് അനുഗ്രഹമായിട്ട് ശ്രദ്ധയായിട്ട് ഭക്ഷണം കൊടുക്കാം. എല്ലാ ദിവസവും ഇറച്ചി കൂട്ടിയില്ലേ? ദിവസവും കൂട്ടി. യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇറച്ചി വെള്ളം കിട്ടിയായിരുന്നോ? ഏതെങ്കിലും സഹോദരങ്ങളെ, ഈ ചേച്ചിക്ക് ആ ബീഫ് കൂട്ടി കഴിഞ്ഞാൽ ശരീരം ചൊറിഞ്ഞു നിൽക്കുന്ന അലർജി കോമ്പൗണ്ടിൽ കയറി പിന്നെ ഇല്ല. കർത്താവ് അത്ഭുതം ചെയ്ത് അങ്ങനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈയടിച്ച്
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേച്ചി കഠിനമായ പല ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും ദൈവം ആ സെഹിയോന്റെ കോമ്പൗണ്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ അങ്ങോട്ട് ദൈവം അനുഗ്രഹിച്ചു. ആ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അങ്ങോട്ട് തൊട്ടു. അവർക്ക് പറയാം ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു സമയത്ത്, ഒരു സ്വീകാര്യമായ സമയത്ത് ദൈവം അങ്ങോട്ട് ഇടപെട്ടു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കുള്ള മറുപടി ഒരുപക്ഷെ കർത്താവ് വചന ശുശ്രൂഷ സമയത്ത് തരാം. ഒരുപക്ഷെ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം കർത്താവ് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ആയിട്ടൊരു വചനം ചിലപ്പോൾ തരുന്നത്. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കന്മാരിലൂടെ തന്നെ ഒരു ഉപദേശമായിരിക്കാം കർത്താവിൻ്റെ ഒരു മറുപടി. അവർക്ക് പറയാം ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിന്ന് തമ്പുരാന്റെ സന്നിധിയിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടി അവിടുന്ന് തരണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. കർത്താവേ മഹത്വം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് പ്രത്യേക പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഈ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ ദൈവമേ, അവിടുന്ന് സ്വർഗം തുറന്ന് ഞങ്ങൾക്ക് വചനം നൽകണമേ. അവിടുന്ന് സ്വർഗം തുറന്ന് കർത്താവേ വചനത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്ന് തരണമേ കർത്താവേ. ഓ കർത്താവായ ദൈവമേ, സ്വർഗം തുറന്ന് അവിടുന്ന് കൈനീട്ടി ഞങ്ങളെ ഓരോരുത്തരെ ആശീർവദിക്കണമേ. ഓ കർത്താവായ ദൈവമേ, സ്വർഗം തുറന്ന് അവിടുന്ന് അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ വാരി വിതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയിലേക്ക് വന്ന ഒരാളെ പോലും വെറും കൈയോടെ തിരിച്ചയക്കാത്ത കർത്താവേ, ഓരോ ദാസന്മാരെയും കർത്താവെ മടിയിൽ അളന്നിട്ട് കൊടുത്ത് അനുഗ്രഹിച്ച് യാത്രയാക്കുമാർ കർത്താവ് അവിടുന്ന് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തുകൊണ്ടാണ് നീ അവഗണിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ അവഗണിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ കുടുംബജീവൻ നയിക്കുന്നവർ പറയാറുണ്ട്, ഭർത്താവ് ഒരു കാര്യത്തിന് വേണ്ടി എന്നെ പരിഗണിക്കുന്നില്ല, എനിക്കിവിടെ ഒരു ചാളത്തലയുടെ വില പോലും ഇല്ല, ഒരു കാര്യം പോലും എന്നെ പറയല്ല, ഒരു വേലക്കാരികൾ കഷ്ടത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ചിലപ്പോൾ സമർപ്പണ ജീവിതത്തോടനുബന്ധിച്ച് ഇതേപോലത്തുള്ള പലതരത്തിലുള്ള മറുപടികൾ ചിലപ്പോൾ വരാം. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്തായി, ഞാൻ കറിവേപ്പിലേക്ക് തുല്ലേ. ചിലപ്പോൾ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ചത്ത് പണിയെടുത്തിട്ട് എല്ലാത്തിനും വേണ്ടി ചെയ്തിട്ട് അവസാനം എന്തായി, ഇപ്പം ഞാനായി എല്ലാത്തിനും കുറ്റക്കാരൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നീ അവഗണിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. ഒരു നിസാരവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത വിധം വേദന ഉണ്ടാക്കുന്നതാവാം. ഒരുപക്ഷെ നീ മാറ്റി നിർത്തപ്പെടുന്നത് നിന്റെ ചങ്കിലെ വാള് കയറുന്നത് പോലെ നൊമ്പരപ്പെടുത്തുന്നതാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നിനക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ല. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നീ നോക്കുമ്പോൾ ഇതിനെല്ലാം വളരെ വലിയ അർത്ഥം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
1 Corinthians 1:28. 1 Corinthians chapter 1 verse 28. നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. അവർക്ക് പറയാം ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവരെയും ദൈവം തെരഞ്ഞെടുത്തു. അപ്പൊ 2 ദൃഷ്ടിയുണ്ട്, ദൈവദൃഷ്ടിയുണ്ട്, ലോകദൃഷ്ടിയുണ്ട്. അപ്പൊ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം ഒന്ന് മാറ്റാൻ വേണ്ടി, നിലവിലിരിക്കുന്നവയെന്ന് മാറ്റിക്കളയാൻ വേണ്ടി ദൈവം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ദൈവദൃഷ്ടിയിൽ നിസാരങ്ങളായവരെയും ദൈവദൃഷ്ടിയിൽ അവഗണിക്കപ്പെട്ടവരെയും തെരഞ്ഞെടുത്തു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നെയോ ലോകദൃഷ്ടിയിൽ നിസാരങ്ങളായവരെയും ലോകദൃഷ്ടിയിൽ അവഗണിക്കപ്പെട്ടവരെയും ദൈവം തെരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം എന്നാ? ദൈവദൃഷ്ടിയിൽ നിസാരവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമാണ് ശ്രേഷ്ഠരായിരിക്കുന്നത്. ദൈവം തെരഞ്ഞെടുക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലത് ദൈവം തെരഞ്ഞെടുത്ത്. ഹല്ലേലൂയ. അപ്പോ എന്റെ സഹോദരങ്ങളെ, നിസാരവൽക്കരിക്കപ്പെടുക, അവഗണിക്കപ്പെടുക, മാറ്റി നിർത്തപ്പെടുക, ഇങ്ങനെ ഓരോ സംഗതികൾ ജീവിതത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ വൈദികനായാലും സിസ്റ്ററായാലും നീ കുടുംബജീവിതക്കാരനായാലും നീ ഏകസ്ഥനായാലും നീ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നീ മനസ്സിലാക്കേണ്ടത് എന്താ? ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് നിനക്ക് അനുവദിച്ചു തരുന്ന അവഗണന, ലോകം തരുന്ന അവഗണന, ലോകം തരുന്ന നിന്ന, ലോകം തരാത്ത പരിഗണന. ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ ലോകം നിന്നെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ, ലോകം നിന്നെ മാറ്റി നിർത്താൻ തുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് എന്താ? നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സത്യം ഇതാണ്. നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സത്യം ഇതാണ്: ലോകം നിന്നെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ പരിഗണിക്കാൻ തുടങ്ങും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ലോകം നിന്നെ മാറ്റി നിർത്താൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ തെരഞ്ഞെടുക്കാൻ തുടങ്ങും. ലോകം നിന്നെ ചപ്പം ചവറ് പോലെ കാണുമ്പോൾ ദൈവം നിന്നെ പ്രഷ്യസ് ആയിട്ട് കാണാൻ തുടങ്ങും. അതിന് നീ എന്ത് ചെയ്യണം? നീ ലോകത്തിന്റെ ദൃഷ്ടി കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നീ ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ദൈവത്തിന്റെ ദൃഷ്ടി? അതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിലൂടെ നീ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ആഹ്ലാദം കൊണ്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടാൻ വേണ്ടി തുടങ്ങും. ദൈവദൃഷ്ടിയിൽ ദൈവം കാര്യങ്ങൾ കാണുന്ന ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിന് 31-ാമത്തെ തിരുലിഖിതം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിന്റെ ഭാര്യയാണ് ലയ. യാക്കോബിന്റെ മറ്റൊരു ഭാര്യയാണ് റാഹേൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ലയ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുകയാണ്. കാരണം അവൾക്ക് മക്കളില്ല, അവൾ വന്ധ്യയാണ്. അപ്പൊ കുടുംബത്തിലുള്ളവരിൽ നിന്ന്, വേലക്കാരികളിൽ നിന്ന് പലതരം നിന്നാ വചനങ്ങൾ അവളെ മാറ്റി നിർത്തുകയാണ്. അവളെ എല്ലാ കാര്യത്തിലും അവഗണിച്ച് അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കാണുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ദൈവമായ കർത്താവ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവഗണിക്കപ്പെടുന്ന, ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഇങ്ങനെ അവഗണിക്കപ്പെടുന്നെന്നും നീ ഇങ്ങനെ നൊമ്പര അനുഭവപ്പെടുന്നുണ്ടെന്നും നീ മാറ്റി നിർത്തപ്പെടുന്ന നീ മാത്രമല്ല അറിയുന്നത്, മറ്റാരും അത് അറിയുന്നില്ലെങ്കിലും ദൈവമായ കർത്താവ് അത് അറിയുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ആകസ്മികത എന്നൊരു വാക്ക് നിന്റെ ജീവിതത്തിലെ നിഘണ്ടുവിൽ നിന്ന് റെഡ് മാർക്കറ്റ് മാറ്റിക്കളയണം. ദൈവം അറിയാത്ത ഒരു സംഗതി പോലെ നടക്കുകയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത്, ദൈവം നിന്നെ പരിഗണിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളമാണ് ലോകം നിന്നെ അവഗണിക്കാൻ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ പരിഗണിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളമാണ് ലോകം നിന്നെ അവഗണിക്കാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: നിനക്ക് ദൈവത്തിന്റെ പരിഗണന വേണോ അതോ ലോകത്തിന്റെ പരിഗണന വേണോ? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വീണ്ടും അതിനോട് പഠിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ അതിന്റെ 29-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം, ജനസിസ് 29:33. അവിടെ വീണ്ടും അതിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്:
അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയ സഹോദരങ്ങളെ, നീ അവഗണിക്കപ്പെടുന്ന ആരും അറിയുന്നില്ല എന്ന് നീ വിഷമിക്കരുത്. ഇത് അറിയുന്ന കർത്താവുണ്ട്. കർത്താവ് സമൃദ്ധിയായിട്ട് വീണ്ടും അവൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, വീണ്ടും ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് നൽകുന്ന അടുത്തൊരു കാര്യമുണ്ട്. ലോകം നിന്നെ അവഗണിക്കാനും നിന്നെ തള്ളിക്കളയാനും നിന്നെ മാറ്റി നിർത്താനും തുടങ്ങുമ്പോൾ അത് നൽകുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അത് തന്നെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതകരമായ, അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിന്, നമ്മുടെ ഇതിനൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ അത്ഭുതകരമായ കാര്യങ്ങൾ നിന്നിലൂടെ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാണ് ലോകത്തിന്റെ അവഗണന. ലോകം നിന്റെ വാക്ക് കേൾക്കാതിരിക്കുന്നത്, നീ എത്ര പറഞ്ഞാലും ആരും സ്വീകരിക്കാതിരിക്കുന്നത്, നിന്നോട് ഒരു കാര്യം ആലോചിക്കാതിരിക്കുന്നത്, നീ എത്ര താണുകേട് പറഞ്ഞിട്ടും സ്വീകരിക്കാതിരിക്കുന്നത്, പട്ടി ആട്ടി പറഞ്ഞോണ്ട് ആട്ടി വിടണത്. ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങളിത് കാണിച്ചു തരാം സഹോദരങ്ങളെ. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിലാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈജിപ്തിൽ എന്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാൻ ഇടയാവും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും. വർഗ പറഞ്ഞു ഹല്ലേലൂയാ. ഈജിപ്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ 1, 2, 3, 4 സംഭവിച്ച പോരാ, അനേക അത്ഭുതങ്ങൾ ഈജിപ്ത് സംഭവിക്കണം. അതിനുവേണ്ടി കർത്താവ് ചെയ്ത കാര്യം എന്നറിയാം. കർത്താവ് പറയാണ്, മോശേ, അഹറോനെ, നീ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അനേകം തവണ ഫറവോ നിന്നെ അവഗണിക്കും. നിങ്ങൾ നോക്ക്, മോശ എത്രയോ പ്രാവശ്യമാണ് ഫറവോ രാജാന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. എന്നിട്ട് എത്ര പ്രാവശ്യം മോശ ആ ചങ്കിന്റെ വേദനയോടെ കൂടെ ആ ഫറവോയുടെ കൊട്ടാരത്തിന് ചവിട്ടുപടി ഇറങ്ങി പുറത്തേക്ക് വരുന്നതിനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരൻ. എത്ര പ്രാവശ്യം. നീ ഒരു പക്ഷേ ഓഫീസുകൾ കടന്നു ഇറങ്ങുമ്പോൾ, നീ ഒരു പക്ഷേ ചില ആൾക്കാരുടെ അടുത്ത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആരും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, ആരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ നിറഞ്ഞ കണ്ണുകളോടെ ചങ്ക് പടിയുന്ന വേദനയോടെ പല പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ പടിയിറങ്ങി നടക്കുമ്പോ നീ വിഷമിക്കരുത്. കാരണം മോശ അന്ന് ഇറങ്ങുമ്പോ മോശയ്ക്ക് ദൈവദൃഷ്ടി ഉണ്ടായിരുന്നു, വചനത്തിന് ബലമുണ്ടായിരുന്നു. മോശയ്ക്കറിയാം കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നതിന് മുന്നോടിയാണ് ഈ അവഗണന. കണ്ണ് നിറഞ്ഞ വചനം കേൾക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തുടങ്ങി ലോകത്തിലെ ഓരോ വിശുദ്ധരെ അടുത്ത് പഠിച്ച സഹോദരങ്ങളെ, ഓരോ വിശുദ്ധാത്മാക്കൾ എത്രയോ പ്രാവശ്യമാണ് അവഗണിക്കപ്പെടുന്നത്, ചപ്പും ചവറും പോലെ കാണുന്നത്. എന്നാൽ സഹോദരൻ, അവരെല്ലാം പിടിച്ചതെന്നറിയാം. അവർക്കറിയാം ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടാൻ പോകുന്നു. ദൈവം എന്നെ പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്നിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ടല്ലേ അൽഫോൻസാമ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവിടെ സംഭവിക്കില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം അതിതാണ് സഹോദരങ്ങളെ. നിന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ലോകമുണ്ടല്ലോ, ആ ലോകത്തെ നീ അങ്ങോട്ട് അവഗണിക്കണം. അപ്പൊ നീ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമായിട്ട് അങ്ങോട്ട് മാറും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ വേദന എന്താ? ലോകം എന്നെ പരിഗണിക്കുന്നില്ല, ലോകം എന്നെ അവഗണിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മളെന്നറിയാം, നമ്മളെ അവഗണിക്കുന്ന ലോകത്തെ നീ അങ്ങോട്ട് അവഗണിക്കുക. നീ ദൈവത്തിന്റെ കയ്യിൽ ആയുധമായിട്ട്, ജെറമ്യാ പറയുന്നില്ലേ, കൂടമായിട്ട് മാറും, വാളായിട്ട് മാറും എന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമായിട്ട് നീ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് വളരെ കൃത്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ലോകത്തിന്റെ സ്നേഹം, പ്രോത്സാഹനം, അംഗീകാരം ഇവയൊന്നും നീ ആഗ്രഹിക്കാതിരിക്കുക. ഇത് മുഴുവൻ നീ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീ ലോകത്തെ അവഗണിക്കാൻ തുടങ്ങുക. അപ്പോ ലോകം നിന്നെ ചപ്പൻ ചവറം പോലെ കണക്കാക്കുമ്പോൾ നിനക്കൊന്നും തോന്നിയില്ല. നീ ലോകത്തിന്റെ പരിഗണന ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ലോകം നിന്നെ ചപ്പൻ ചവറ് പോലെ കണക്കാക്കുമ്പോൾ നിന്റെ മനസ്സിൽ നിനക്കൊന്നും തോന്നിയില്ല. സോ ജീവനെ പോലും അങ്ങനെ അങ്ങോട്ട് അവഗണിച്ചാണ്. അത്ഭുതകരമായിട്ട് ദൈവമാണ്. അങ്ങനെ ബൈബിളിൽ ചില കഥാപാത്രങ്ങളുണ്ട്. ഞാൻ 1-2 പേരെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 1 സാമുവേൽ
19-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞൊരു വചനമുണ്ട്. അവൻ സ്വജീവനെ അവഗണിച്ച പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിന് നൽകി. ദാവീദ് സ്വജീവനെ അവഗണിച്ച പോലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവത്തിനോട് നിലനിന്നറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കയ്യിലെ കരുത്തുറ്റ ഉപകരണമായിട്ട് ദാവീദ് മാറി. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:22 അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരെ രാജാവായി അവിടെ നിന്ന് ഉയർത്തി. അവനെ കുറിച്ച് അവിടെ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജെസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ ഒരു ഉപകരണമായിട്ട് വ്യക്തിയായിട്ട് ദാവീദ് മാറിയത് എങ്ങനെയാ? സ്വജീവനെ പോലെ അവഗണിച്ച് ലോകത്തെ ചപ്പൻ ചവറ പോലെ കണക്കാക്കി. അവിടെ ഗോലിയാത്ത് തന്നെ വധിക്കാൻ ചിന്തിച്ചില്ല. ദൈവത്തിനോട് നിലകൊണ്ടു. യൂദത്തിനെ കുറിച്ച് ഇതേ കാര്യം തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ആ വാദം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. യൂദത്തിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ ലിഖിതം: ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ, അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ച് പറയാം ഹല്ലേലൂയ. അപ്പൊ യൂദത്തെ സ്വജീവനെ പോലെ അവഗണിച്ചപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറി. ലൂക്ക 14:26 അതിനിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ചെയ്യേണ്ട കാര്യം എന്താ? നീ ചെയ്യേണ്ട കാര്യം ഈ ലോകത്തെ നീ അങ്ങോട്ട് അവഗണിക്കുക. ലോകം നിന്നെ അവഗണിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ അവഗണിക്കുന്ന ലോകത്തെ നീ അവഗണിക്കുക. അപ്പൊ നീ ദൈവത്തിന്റെ കയ്യിൽ കരുത്തുറ്റ ഉപകരണമായിട്ട് മാറും. അങ്ങനെ മാറുന്നതിന് നമ്മളെ പ്രചോദിപ്പിക്കേണ്ട കാരണം എന്താ? ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് അത്ഭുതങ്ങൾ നിന്റെ കരങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഈ ഒരു ചിന്തയോടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ കൃപയോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങളും ഉയർത്താം. കേൾക്കപ്പെട്ട വചനം, ആ വചനം ഉള്ളിലേക്ക് ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. പ്രൈസ് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഓറിയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ഈ ലോകത്തിലെ എല്ലാ തരത്തിലും കെട്ടുപാടുകളും അഴിഞ്ഞു പോകട്ടെ കർത്താവ്. കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവ്. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ അവഗണിക്കുക, ദൈവത്തിന്റെ പരിഗണന സ്വീകരിക്കുക. അവഗണിക്കപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ? എത്ര പറഞ്ഞിട്ട് ആരും നിന്നെ മൈൻഡ് ചെയ്യാത്തൊരു അവസ്ഥയുണ്ടോ? ഒരു കാര്യത്തിനും ന്യായം, നിനക്ക് മുഴുവൻ കാര്യത്തിനും ന്യായം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? നീ വിഷമിക്കരുത്, നീ സങ്കടപ്പെടരുത്. കർത്താവ് അത് കാണുന്നുണ്ട്. കർത്താവ് അവരെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ നീ ചപ്പൻ ചവറും പോലെ കാണുക. ലോകത്തെ ചപ്പൻ ചവറും പോലെ കാണുമ്പോൾ ലോകം നിന്നെ ചപ്പൻ ചവറും പോലെ കാണും. നീ അതിനകത്ത് വിഷമിക്കരുത്. നീ കർത്താവിൽ മുറുകെ പിടിക്കുക. കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് ചങ്ക് പറഞ്ഞ് വിളിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 റിയ 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, എല്ലാ തരത്തിലുള്ള നിരാശ, സങ്കടം, ദുഃഖം, എല്ലാ ദുർദശകളും അന്ധകാരപ്പെടുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അടുത്ത പിശാചിന്റെ ഉപദ്രവം വിട്ടുപോട്ടെ. രോഗപീഠകൾ വിട്ടുപോട്ടെ. എല്ലാ ഭൂതങ്ങളും ഒഴിയട്ടെ. കൃപയുടെ അഭിഷേകം ദാസന്മാരിലും നിറയട്ടെ കർത്താവേ. അവിടുന്ന് താങ്ങുന്ന ദൈവമാണെന്ന് ബോധ്യം ഓരോരുത്തരുടെ ഹൃദയത്തിൽ എഴുതണമേ കർത്താവേ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ആരാധനയും സ്തുതി